ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചക്കപ്പൊരിയാണ്. അപ്പോൾ ചക്ക കൊണ്ട് എങ്ങനെ നമുക്ക് പൊരിച്ചെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ഈ വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇതാ നമ്മളെ ചക്ക എല്ലാം വെട്ടി ഓരോ കഷണങ്ങളാക്കി ഇനി ഓരോ ചുളയും പറിച്ച് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ നമ്മളെ ചക്കയെല്ലാം പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കുരുക്കളെല്ലാം കളഞ്ഞ് നല്ല നാരൊക്കെ ഒഴിവാക്കി നല്ല വൃത്തിയായിട്ട് വെക്കാം. അപ്പോൾ ഏകദേശം എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. കുരുക്കളെല്ലാം കളഞ്ഞ് നല്ല നീറ്റിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വളരെ നൈസായ രൂപത്തിൽ കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതാ ഏകദേശം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. വളരെ കനം കുറഞ്ഞ രൂപത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഓയിൽ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചക്ക ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ലോണം ചൂടാവണം കേട്ടോ എണ്ണ. അപ്പോൾ ഏകദേശം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു ബ്രൗൺ നിറമാകുന്നത് വരേക്കും ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അടുത്ത സ്റ്റെപ്പ് ഇടാൻ പോവുകയാണ്. ഇതും അതുപോലെ നന്നായി എണ്ണ തിളച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ രണ്ട് രൂപത്തിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ആഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു സ്മെല്ലും ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ രണ്ട് പ്ലേറ്റിലേക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒന്നിൽ ഞാൻ ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഒന്നിൽ മസാലകളൊന്നും ചേർക്കണില്ല കേട്ടോ. ഉപ്പ് മാത്രമേ ചേർക്കണുള്ളൂ. അത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അടുത്തതിൽ ഒരു ടേബിൾ സ്പൂൺ കാശ്മീർ മുളകും ഒരു പിഞ്ച് ഉപ്പും ചേർക്കണുണ്ട്. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ രണ്ടും കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ചൂടോട് കഴിക്കാൻ നല്ല ടേസ്റ്റും കൂടെയാണ്.